ഇറാന് നേരെ വീണ്ടും ആക്രമണം നടത്തി ഇസ്രായേൽ. ഇറാന്റെ വടക്കൻ നഗരമായ ഇസ്ഫഹാനിലെ വിമാനത്താവളത്തിന് നേരെയാണ് ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തെ തുടർന്ന് രാജ്യത്ത് വിമാന സർവീസുകൾ പൂർണ്ണമായും നിർത്തിവെച്ചു. ഇറാൻ സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇസ്ഫഹാൻ നഗരം. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇസ്രായേൽ ആക്രമണമുണ്ടായെന്ന വാർത്തകൾക്കിടെ പല പ്രവിശ്യകളിലും ഇറാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രയോഗക്ഷമമാക്കി. രാജ്യത്തിൻ്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർണയാണ് ഇക്കാര്യം അറിയിച്ചത്. സ്ഫോടന വാർത്തയ്ക്ക് പിന്നാലെ ഇറാൻ തലസ്ഥാനമായ തെഹ്റാൻ, ഇസ്ഫഹാൻ, ഷിറാസ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കിയെന്ന് ഇർണ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഇസ്രായേലിൻ്റെ ഇറാൻ ആക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ വൈറ്റ് ഹൗസോ പെൻറ്റഗണോ തയ്യാറായില്ല. ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിന് ഇസ്രായേൽ മറുപടി നൽകിയെന്ന റിപ്പോർട്ടുകൾ മിഡിൽ ഈസ്റ്റിൽ സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് ആശങ്ക. സിറിയയിലെ എംബസി ആക്രമണത്തിന് മറുപടിയായാണ് നേരത്തെ ഇറാൻ ഇസ്രായേലിൽ ഡ്രോൺ ആക്രമണം നടത്തിയത്. അപകടത്തിൽ പരിക്കേറ്റവരെക്കുറിച്ചും മറ്റ് നാശനഷ്ടങ്ങളെക്കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അതേസമയം ആക്രമണത്തെക്കുറിച്ച് അറിയാമായിരുന്നുവെന്ന് അമേരിക്ക പ്രതികരിച്ചു. ഇറാൻ ആക്രമിച്ചാൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും US നിലപാടെടുത്തിരുന്നു. ഇരു രാജ്യങ്ങളോടും സംയമനം പാലിക്കാൻ നിർദ്ദേശിച്ച് വിവിധ രാജ്യങ്ങളും രംഗത്തെത്തിയിരുന്നു. ഏപ്രിൽ ആദ്യമാണ് സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. ദമസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡുകളായ 7 ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 11 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇസ്രായേൽ ആക്രമണത്തിൽ ബ്രിഗേഡിയർ ജനറൽമാരായ മുഹമ്മദ് റസാസ് ഹേദിയും മുഹമ്മദ് ഹാദി ഹാജി റഹിമിയും ഉൾപ്പെടെയുള്ള 7 IRGC ഉദ്യോഗസ്ഥരും മറ്റൊരു ഇറാൻ പൗരനും 2 സിറിയക്കാരും ഒരു ലെബനീസുകാരനുമാണ് കൊല്ലപ്പെട്ടത്. യുദ്ധവിമാനങ്ങൾ മിസൈൽ വർഷിച്ചായിരുന്നു ആക്രമണം നടത്തിയത്. ഏപ്രിൽ 13-നാണ് ഇസ്രായേലിന് ഇതിനുള്ള തിരിച്ചടി ഇറാൻ നൽകിയത്. ഹെർമോൺ, നെവാറ്റിം, റാമോൺ എന്നീ പ്രധാന സൈനിക താവളങ്ങളാണ് ഇറാൻ സൈന്യം ആക്രമിച്ചത്. ഇസ്രായേലിലേക്ക് നിരവധി ഡ്രോണുകളും മിസൈലും അയച്ചായിരുന്നു ഇറാന്റെ ആക്രമണം. 185 ഡ്രോണുകൾ, 36 ക്രൂയിസ് മിസൈലുകൾ, 110 ഭൂതല മിസൈലുകൾ എന്നിവയാണ് ഇറാൻ ഉപയോഗിച്ചത്. ഇറാന്റെ ട്രൂപ്പോമിസ് ഓപ്പറേഷനിൽ ഏകദേശം ഷാഹിദ് 136 എന്ന പേരുള്ള ഡ്രോണുകളും അവയുടെ ജെറ്റ് പവർ പതിപ്പായ ഷാഹിദ് 238ഉം വിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് ഇസ്രായേലിൻ്റെ യുദ്ധങ്ങളിലും തീവ്രവാദത്തിലും ഗവേഷണം നടത്തുന്ന വിദഗ്ധൻ ഒറി വിയൽക്കോവ് പറഞ്ഞത്. ഇറാനിലെ വിവിധ വിക്ഷേപണ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇസ്രായേലിന് നേരെ നിരവധി ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടത്. ഖൈബർ, ഇമാദ്, ഗദർ 110 തുടങ്ങിയ മിസൈലുകളാണ് ഇസ്രായേലിനെതിരെ ഇറാൻ ഉപയോഗിച്ചത്. കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ നടത്തിയ മാരകമായ വ്യോമാക്രമണം രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേരെയുള്ള ആക്രമണമാണെന്നും ഈ വിഷയം തങ്ങൾ അവസാനിപ്പിച്ചതായും ഇതിനു പിന്നാലെ ഇറാൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയായിരുന്നു.